വയനാട് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ അവിടുത്തെ ഫലം എല്ലാവർക്കും അറിയാമായിരുന്നു. ആർക്കും ഒരത്ഭുതവും വയനാട്ടിലില്ല. രാഹുൽ ഗാന്ധി ഒഴിയുകയും അതേസമയം തന്നെ പ്രിയങ്ക ഗാന്ധി സ്ഥാനാർത്ഥിയാകുകയും ചെയ്തതോടുകൂടി വയനാട് അഖിലേന്ത്യാ ശ്രദ്ധാകേന്ദ്രമായി എന്നൊക്കെ ശരിയാണെങ്കിലും അതിശക്തമായ അടിത്തറയാണ് UDF അവിടെയുള്ളത്, കോൺഗ്രസിനും മുസ്ലിം ലീഗിനും ഒക്കെ ഉള്ളത്. അതുകൊണ്ട് തന്നെ വയനാട്ടിൽ ആര് ജയിക്കുമെന്ന് ആരും ചോദിക്കാറില്ല. പക്ഷെ വയനാട്ടിലെ ഭൂരിപക്ഷമാണ് ചർച്ച ചെയ്തത്. പ്രിയങ്ക ഗാന്ധിക്കെതിരായി CPIക്ക് നിർത്താവുന്ന ഏറ്റവും നല്ല സ്ഥാനാർത്ഥിയാണ് സത്യൻ മൊകേരി, ഒരു സംശയമില്ല. ആനി രാജ വലിയ നേതാവാണെങ്കിലും ആനി രാജയേക്കാൾ നാട്ടിൽ പേരുള്ളതിന് മുമ്പ് അവിടെ മത്സരിച്ചിട്ടുള്ള ആളാണ് സത്യൻ മൊകേരി. പക്ഷേ അതൊരു എന്താ പറയുക, ചാവേറാണ് എന്ന് എല്ലാവർക്കും അറിയാമായിരുന്നു. ഏതായാലും ആ ഫലത്തിൻ്റെ അടിസ്ഥാനത്തിൽ വയനാട്ടിൽ ഇപ്പോൾ നമ്മൾ ഏറ്റവും ഒടുവ് കേൾക്കുന്നത് ഏതാണ്ട് പകുതിയിലേറെ വോട്ട് മാത്രമേ എണ്ണിക്കഴിഞ്ഞിട്ടുള്ളൂ. 3 ലക്ഷം വോട്ടിൻ്റെ ഭൂരിപക്ഷം പ്രിയങ്ക ഗാന്ധിക്ക് ഉണ്ട് എന്നാണ്. അതായത് പ്രിയങ്കരിയാണ് പ്രിയങ്ക എന്ന വാദം ശരിയാണ്. വയനാട്ടിൽ ഒരു സംശയമുണ്ടായത് പോളിംഗ് ശതമാനത്തിൽ കുത്തനെ ഇടിവുണ്ടായതാണ്. അതിന് പല വ്യാഖ്യാനങ്ങൾ വന്നു. അത് കോൺഗ്രസിന് എതിരായിട്ടുള്ളതാണ്, ലീഗിൽ ആളുകൾ വോട്ട് ചെയ്യാതിരുന്നതാണ്, അങ്ങനെ നിരവധി കാര്യങ്ങൾ വന്നു. പക്ഷെ ഇപ്പോൾ ഫലം വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് വോട്ട് ചെയ്യാതിരുന്നവരിലധികവും ഇടതുപക്ഷക്കാരാണ് എന്നതാണ്. അതുപോലെ BJP വലിയ മോഹത്തോടു കൂടിയാണ് നവ്യ ഹരിദാസ് എന്ന് പറയുന്ന ഒരു സ്ഥാനാർത്ഥിയെ നിർത്തിയത്. ഒരു ഗുണവും അതുകൊണ്ടുണ്ടായില്ല എന്ന് നമുക്കറിയാം. ഏതായാലും വയനാട്ടിൻ്റെ ഫലം ആരെയും ഞെട്ടിക്കുന്നതല്ല. പക്ഷെ വയനാട്ടിലെ ഭൂരിപക്ഷം ഞെട്ടിച്ചേക്കാം എന്നാണ് നമുക്കിപ്പോൾ തോന്നുന്നത്. കാരണം രാഹുൽ ഗാന്ധിക്ക് കിട്ടിയ 3.25 ലക്ഷത്തിന് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ 3 ലക്ഷം ഇപ്പോൾ തന്നെ കടന്നിരിക്കുന്നുവെങ്കിൽ അത് 5 ലക്ഷം വരെയോ അതിലേറെയോ ആയേക്കാം എന്നാണ് തെരഞ്ഞെടുപ്പ് വിദഗ്ധർ കണക്ക് കൂട്ടുന്നത്. കാരണം അവിടെ എവിടെയും ഒരു എതിരില്ല. അതിൽ ഏറ്റവും പ്രധാനമായി വന്നത് CPIയുടെ ദയനീയമായ പ്രകടനമാണ്. അത് വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. കാരണം CPM അവിടെ വേണ്ടത്ര പ്രവർത്തിച്ചില്ല എന്നും CPM പ്രധാനമായും ചേലക്കരയിലും പാലക്കാടുമാണ് ഊന്നിയതെന്നും CPM നേതാക്കൾ വേണ്ടത്ര അവിടെ പോയില്ല എന്നൊക്കെ ഉണ്ട്. മാത്രവുമല്ല അവിടെ വന്യമൃഗശല്യമടക്കം ഏറ്റവും ഒടുവിൽ ഈ ദുരന്തമുണ്ടായ സ്ഥലങ്ങളിലടക്കം വേണ്ടത്ര ശ്രദ്ധ ഒരുപക്ഷെ കേന്ദ്ര സർക്കാരിന് കിട്ടിയില്ല എന്ന് പറയുന്നത് പോലെ തന്നെ ഏത് സർക്കാരിനോടും ഭരിക്കുന്ന സർക്കാരിനോട് ജനങ്ങൾക്ക് ഒരു വിരോധം ഉണ്ടാവും. അതും ഉണ്ടായിട്ടുണ്ടാവാം. പിന്നെ അത് മാത്രമല്ല, എന്തായാലും പ്രിയങ്ക ജയിക്കും എന്നതുകൊണ്ട് നമ്മൾ പോയി ഇപ്പോൾ വോട്ട് ചെയ്ത് എന്തിനാ സമയം കളയണേ എന്ന് വിചാരിക്കുന്നവരുണ്ടാവാം. പിന്നെ പാർട്ടിക്കാർ പറയുന്നത് ഞങ്ങളുടെ വോട്ടൊക്കെ ചെയ്തു എന്നാണ്. അത് ശരിയാണ്. ഈ 3 ഉപതെരഞ്ഞെടുപ്പിലും കാണുന്ന ഒരു കാര്യം, വോട്ടിംഗ് ശതമാനം കുറഞ്ഞപ്പോൾ എല്ലാ പാർട്ടിക്കാരും അവരുടെ വോട്ട് ചെയ്തു എന്ന് പറഞ്ഞു. അതാ സംഭവിച്ചത്. യഥാർത്ഥത്തിൽ കേരളത്തിൽ ഒരു ഫ്ലോട്ടിംഗ് വോട്ട് കൂടി വരികയാണ്. ഏതെങ്കിലും ഒരു പാർട്ടിക്ക് മാത്രമേ ജനിച്ചാൽ മരിക്കുന്നത് വരെ വോട്ട് ചെയ്യൂ എന്ന് വിചാരിച്ചിരുന്ന ആളുകളൊന്നും കേരളത്തിൽ കൂടുകയല്ല, അവരുടെ എണ്ണം കുറയുകയാണ്. പ്രത്യേകിച്ച് പുതിയ തലമുറ. അവരെ സംബന്ധിച്ചിടത്തോളം ഞാൻ ജന്മന കമ്മ്യൂണിസ്റ്റാണ്, ജന്മന കോൺഗ്രസ് ആണ്, ജന്മന BJP ആണ് എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ആളുകളുടെ എണ്ണം കുറയുകയാണ്. അത് നമ്മൾ പല തെരഞ്ഞെടുപ്പുകളിൽ കാണുന്നുണ്ട്. ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ചെയ്യുന്ന വോട്ടല്ല നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചെയ്യുക. ഒരുമിച്ച് വോട്ട് ചെയ്യുന്ന ഗ്രാമ, ബ്ലോക്ക്, ജില്ലാ പഞ്ചായത്ത് വോട്ടിംഗ് നമുക്കറിയാം. 3 പ്രത്യേക വോട്ടാണ്. ഈ 3 വോട്ടിലും വ്യത്യസ്തമായി വോട്ട് ചെയ്യുന്ന ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. ഗ്രാമപഞ്ചായത്തിൽ ഒരു പാർട്ടിക്ക്, ബ്ലോക്ക് പഞ്ചായത്തിൽ വേറൊരു പാർട്ടിക്ക്. അവിടെ വ്യക്തികൾക്ക് പ്രാധാന്യമുണ്ട് എന്നൊക്കെ നമുക്ക് പറഞ്ഞേക്കാം. എങ്കിൽ പോലും മറ്റെതിർ സ്ഥാനാർത്ഥിയുടെ ചിഹ്നത്തിൽ കുത്താൻ മടിയില്ലല്ലോ. എനിക്ക് വേണ്ടപ്പെട്ട ആളാണെങ്കിലും ഇപ്പോൾ ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാരനാണെങ്കിൽ അരിവാളല്ലാത്തൊരു ചിഹ്നത്തിൽ കുത്താൻ ബുദ്ധിമുട്ടുണ്ടാവും. മാത്രമല്ല അരിവാളുണ്ടെങ്കിൽ മറ്റൊരു ചിഹ്നത്തിൽ കുത്താൻ ഭയങ്കര മടിയുണ്ടാവും. പക്ഷെ അതൊന്നും ഇല്ല ഇപ്പോൾ ആളുകൾക്ക്. ആ മടിയൊക്കെ ഏതാണ്ട് പൂർണ്ണമായും മാറിയിരിക്കുന്നു എന്നാണ്. എന്ന് പറഞ്ഞാൽ ഫ്ലോട്ടിംഗ് വോട്ടുകളുടെ എണ്ണം അതിദ്രുതം വർദ്ധിക്കുന്നു. അവർ തെരഞ്ഞെടുപ്പ് നിർണായകമല്ലെങ്കിൽ അവർ വോട്ട് ചെയ്യാൻ പോകുന്നില്ല. അങ്ങനെയാണ് 3 തെരഞ്ഞെടുപ്പിലും പോളിംഗ് ശതമാനം ഇത്രയൊക്കെ പ്രചരണം നടത്തിയിട്ടും വയനാട്ടിലും പാലക്കാടും ഒക്കെ ഇനി നടത്താത്ത പരിപാടിയില്ല ചേലക്കരയിൽ. എന്നിട്ടും എന്തേ പോളിംഗ് ശതമാനം കുറഞ്ഞത്? ഈ ഫ്ലോട്ടിംഗ് വോട്ടുകൾ നിർണായകമായ സന്ദർഭത്തിൽ മാത്രമേ അവർ വന്ന് വോട്ട് ചെയ്യൂ. അവരുടെ വോട്ടാണ് തെരഞ്ഞെടുപ്പിൽ ജയാപജയങ്ങൾ നിർണ്ണയിക്കുന്നത്. പാർട്ടിക്ക് മാത്രം വോട്ട് ചെയ്യുന്ന വോട്ടുകൾ എന്ന അർത്ഥത്തിൽ ഒരുപക്ഷെ ഇപ്പോൾ ചേലക്കരയിൽ അതുകൊണ്ടാണ് LDFന് ജയിക്കാൻ കഴിഞ്ഞത്. BJPക്ക് ജയിക്കാൻ കഴിയാതിരുന്നത് പാലക്കാട്. കാരണം അതാണ്, എപ്പോഴും BJPക്ക് വോട്ട് ചെയ്യുമെന്ന് തീരുമാനിക്കുന്നവർ അങ്ങനെ കുറേ ആളുകളില്ല. എപ്പോഴും കോൺഗ്രസിനെ വോട്ട് ചെയ്യുമെന്ന് പറയുന്ന ആളുകളില്ല. അപ്പം എന്തായാലും വലിയ തോതിലുള്ള ഒരു വോട്ടിംഗ് പാറ്റേണിലെ ഷിഫ്റ്റ് കേരളത്തിൽ കാണാൻ കഴിയും.